നമസ്തേ എവരിബഡി. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന പ്രധാനമായിട്ട് പപ്പായക്കകത്ത് നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട് കഴിച്ചുകൊണ്ട്. നമ്മൾ അറിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ഫീലിങ്ങോട് കൂടിയായിരിക്കും നമ്മൾ കഴിക്കുക. പപ്പായയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിനകത്തുള്ള ന്യൂട്രിയൻസ് നമ്മൾ അറിഞ്ഞിരിക്കുക. വൈറ്റമിൻ എ, സി ആൻഡ് ഇ ആൻഡ് കെ, ഫോലേറ്റ്, പൊട്ടാസ്യം, ഡയറ്ററി ഫൈബർ, ഇതെല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ ഈ വളരെ അടുത്ത കാലത്തുള്ള പഠനങ്ങളാണ്. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് വളരെ കൂടുതലാണ്. ബീറ്റ കരോട്ടിൻ നന്നായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹാംഫുള്ളായിട്ടുള്ള ഫ്രീ റാഡിക്കൽസ് ന്യൂട്രലൈസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് അതുകൊണ്ട് നമുക്ക് നന്നായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2017 ഒരു പഠനമാണ്, 2017 ഒരു പഠനമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇമ്മ്യൂൺ സപ്പോർട്ട് പ്രത്യേകിച്ച് വൈറ്റമിൻ സിയുടെ. അപ്പം അതുകൊണ്ട് നമുക്കിപ്പം കേരളത്തിൽ എവിടെയും വീടുള്ളവർക്ക് അതിനോടുകൂടി 2-3 മൂട് പപ്പായ വെക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള പ്രയോജനം മനസ്സിലാക്കുമ്പോഴത്തേക്ക് എല്ലാവരും തന്നെ പപ്പായ വാങ്ങിച്ചു വെക്കും. റെഡ് ലേഡി എന്നൊക്കെ പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്, നല്ല വെറൈറ്റി അതിൽ നിന്ന് കിട്ടുക. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഫൈറ്റ് ചെയ്യാനായിട്ട്, ഇൻഫെക്ഷൻസിനെ ചെറുക്കാനായിട്ട് ഒക്കെയുള്ള ഇത് 2017 പഠനങ്ങളാണ്. ഡൈജസ്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ട് അപ്പോൾ പപ്പായയിൽ നിന്നുണ്ടാക്കുന്ന പപ്പായിൻ എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രയോജനം ഇപ്പോൾ പലപ്പോഴും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ മുതലുള്ള ഇൻഡൈജഷൻ മുതലുള്ള കാര്യങ്ങൾക്ക് മെഡിക്കൽ ജേർണലിനകത്തൊക്കെ 2013 ഒരു പഠനമുണ്ട് അതിനെക്കുറിച്ച്. പിന്നെ പപ്പായ ഉപയോഗിക്കുന്നുള്ള വെയ്റ്റ് മാനേജ്മെൻറ്റിന് നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്നുള്ള പഠനമുണ്ട്. പിന്നെ ഫൈബർ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പപ്പായ കഴിച്ചു കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഒരു ഫുൾനെസ് തോന്നിക്കും. അപ്പോൾ അതെപ്പോഴും നമുക്ക് ഒരുപാട് ഫുഡ് എടുക്കാതിരിക്കാനായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് 2019 ഒരു സ്റ്റഡിയുണ്ട്. അതേപോലെ നമുക്ക് സ്കിൻ ഹെൽത്തിന് വളരെ നല്ലൊരിതാണ്. സ്കിൻ കുറച്ചുകൂടെ ഗ്ലോസി ആവും. അപ്പോൾ പപ്പായയിലുള്ള എ ആൻഡ് സി നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. സ്കിന്നിന് കുറച്ചുകൂടെ ഗ്ലോസി ആവും, റിങ്കിൾസ് കുറയും, സ്കിന്നിൻ്റെ ടെക്സ്ചർ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യും. ഇതൊക്കെ വളരെ ഒരു നല്ല കാര്യമാണ്. ഇതിനെക്കുറിച്ച് 2010 ഒരു സ്റ്റഡിയുണ്ട്. പിന്നെ ഈ ഹാർട്ട് ബേൺ കുറയാനായിട്ട് പൊട്ടാസ്യം പപ്പായയിലുള്ളതുകൊണ്ട്, പിന്നെ BP ബ്ലഡ് പ്രഷർ കുറയാനായിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാർട്ട് ഡിസീസ് കുറയുന്നുണ്ട്. 2005 ഒരു പഠനത്തിനകത്താണ് പറഞ്ഞേക്കുന്നത്. പിന്നെ മറ്റൊന്ന് ഐ ഹെൽത്തിന് വളരെ നല്ലതാണ്. കണ്ണിന് ബീറ്റ കരോട്ടിൻ ഐ ഹെൽത്തിന് വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള മസ്കുലർ ഡീജനറേഷന് വേണ്ടിയിട്ട് ഇത് വളരെ, അത് 2013 ഒരു പഠനം പറയുന്നുണ്ട്. പിന്നെ ക്യാൻസർ പ്രിവെൻഷന്, പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ഇമ്പാക്റ്റ് ഉള്ളത്, പിന്നെ സർട്ടൺ ടൈപ്പ് ഓഫ് ക്യാൻസറിന് വളരെ ഇഫക്റ്റീവാണ് പറയുന്നുണ്ട്. 2016 ഒരു പഠനമാണ് പറയുന്നത്. അതുപോലെ വൂണ്ട് ഹീലിംഗ്, അത് എനിക്ക് തോന്നുന്നത് പണ്ട് മുതലേ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ട് അവിടെ അപ്ലൈ ചെയ്യുക വൂണ്ട് ഹീലിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ എൻസൈംസ് വളരെ സഹായിക്കും എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ മെനിസ്ട്രൽ പെയിൻ റിലീഫ്, പപ്പായ ലീഫിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്ട്സ്, അതിൽ നിന്നുണ്ടാക്കുന്ന മരുന്ന് തന്നെ കിട്ടാനുണ്ട്. അപ്പോൾ ഡിസ്കംഫർട്ട്സ് കുറവ് കിട്ടും. പിന്നെ നമുക്കറിയാം ചിക്കൻ ഗുനിയയ്ക്കൊക്കെ ഇലയിൽ നിന്നെടുക്കുന്ന, പപ്പായയുടെ ഇലയിൽ നിന്നെടുക്കുന്ന ഇത്. പിന്നെ ഏറ്റവും അടുത്ത കാലത്തുള്ള സ്റ്റഡി പറയുന്നത് ഡയബറ്റിക് കൺട്രോളിന് വേണ്ടിയിട്ട്, ടൈപ്പ് 2 ഡയബറ്റിക് കൺട്രോളിന് വളരെ നല്ലതാണ്. അതിനെക്കുറിച്ച് 2011 ഒരു സ്റ്റഡിയും പുറത്തുവിട്ടിട്ടുണ്ട്. പിന്നെ ബ്ലഡ് ക്ലോട്ട് പ്രിവെൻഷൻ, അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്ട്സ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതിനെക്കുറിച്ചുള്ള പിന്നെ സ്റ്റഡി തന്നിട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ച് ആർത്രൈറ്റീസ് ഉള്ള ആൾക്കാർക്ക് പപ്പായ സ്ഥിരമായിട്ട് കഴിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാണെന്ന് പറയുന്നുണ്ട്. പിന്നെ സ്കിൻ വൈറ്റനിങ്ങിന് പപ്പായ ഉപയോഗിക്കുക എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ അത് സ്കിൻ
കുറച്ചുകൂടെ ലൈറ്റ് ആകാനായിട്ട് അതിനുള്ള പ്രോപ്പർട്ടീസ് എൻസൈംസും പപ്പായയിലുണ്ട്. അപ്പോൾ ഡാർക്ക് സ്പോട്ടുകൾ, ബ്ലെമിഷസ് ഒക്കെ മാറാനായിട്ട് 2012 ഒരു ജേണലിലാണ് അത് പറഞ്ഞേക്കുന്നത്. പിന്നെ ആൻറ്റി പാരസറ്റിക് ആയിട്ടുള്ള ഇതിൻ്റെ സീഡ്, പപ്പായയുടെ സീഡിനെ കുറിച്ചാണ്. പിന്നെ നമുക്കത് ഉപകാരപ്രദമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇൻഡസ്റ്റൈൻ പാരസൈറ്റ്സിന് ഇതും പപ്പായ നമ്മൾ കഴിക്കുന്നത് നല്ലതെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലിവർ ഹെൽത്തിന് വളരെ നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻറ്റും ന്യൂട്രിയൻസും. അപ്പം പപ്പായ വളരെ സപ്പോർട്ടീവാണെന്നുള്ളത്. ഡീടോക്സിഫിക്കേഷന് വളരെ നല്ലതാണ്. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിന് വളരെ നല്ലതാണ്. അപ്പോൾ 2012 ഒരു മെഡിക്കൽ ജേണലിലാണ് ഇത് പറഞ്ഞേക്കുന്നത്. പിന്നെ അടുത്തത് ഡീടോക്സിഫിക്കേഷൻ, പപ്പായയിലുള്ള ഫൈബർ, പിന്നെ വാട്ടർ കണ്ടൻറ്റ്. അപ്പോൾ അത് നമുക്ക് ഡീടോക്സിഫിക്കേഷൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. റെഗുലർ ബൗൾ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്, അപ്പോൾ കോൺസ്റ്റിപ്പേഷനും വളരെ സഹായമായിരിക്കും. പിന്നെ ഹൈപ്പർ ടെൻഷൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇത് വളരെ സഹായമാണ്. പൊട്ടാസ്യം സപ്ലിമെൻ്റ് ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ BP റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കും. വളരെ നല്ല കാര്യമല്ലേ, പഠനങ്ങൾ പറയുന്നു. പിന്നെ ബോൺ ഡെൻസിറ്റി കൂട്ടാനായിട്ട്, പിന്നെ പർട്ടിക്കുലർലി വൈറ്റമിൻ K ഇതിനകത്തുള്ളത് കൊണ്ട് എസെൻഷ്യൽ ബോൺ ഹെൽത്തിന് വളരെ നന്നായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് നല്ലൊരു, പിന്നെ അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ 2007 ഒരു പഠനത്തിലാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ സ്കിൻ എക്സ്ഫോളിയേഷൻ, പപ്പായ എൻസൈംസ് കൊണ്ടുണ്ടാകുന്ന സ്കിന്നിലുണ്ടാകുന്ന മാറ്റം. അപ്പോൾ ഈ ഡെഡ് സ്കിന്ന് നമുക്ക് മാറിക്കിട്ടും, ബ്രൈറ്റർ സ്കിന്നായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഇതായി കിട്ടും എന്നുള്ള ഡെർമറ്റോളജിയുടെ സ്റ്റഡി പറയുന്നുണ്ട്. പിന്നെ ആൻറ്റി ആങ്സൈറ്റിക്ക് വൈറ്റമിൻ ബിയുടെ ഇതും ഫോളേറ്റിൻ്റെ ഇതും ഒക്കെ വളരെ നന്നായിട്ട് അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു പഠനത്തിൽ പറയുന്നത് മൂഡ് ഡിസോർഡർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ പ്രഗ്നൻസി സപ്പോർട്ട് ഡ്യൂറിങ് പ്രഗ്നൻസി അല്ല, പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പുള്ള ഉപകാരപ്പെടുമെന്നുള്ള ഒരു പഠനം പറയുന്നുണ്ട്. അപ്പോൾ മസിൽ റിക്കവറി, മസിൽ നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ്, അപ്പം അതിനെക്കുറിച്ച് വീണ്ടും സ്റ്റഡീസ് പറയുന്നുണ്ട്. പിന്നെ ആൻറ്റി ആക്നെ, പിമ്പിൾസ് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുള്ളാണെന്ന് കാണുന്നുണ്ട്. പിന്നെ ആൻറ്റി ഡാൻഡ്രഫ്, അതിന് നല്ല ഇഫക്റ്റീവാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഹെൽത്തിയർ സ്കാൾഫ്, നമുക്ക് സ്കാൾപ്പിന് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. ആൻറ്റി ഫംഗൽ ഇഫക്റ്റ്, പിന്നെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി പൊതുവേ തന്നെയുണ്ട്, വളരെ നല്ലതായിരിക്കും. പിന്നെ അപ്പോൾ ഇത് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ്റെ ഒരു പിന്നെ ജേണലുണ്ടായിരുന്നു, അതിനകത്ത് 2016 വന്നതാണ്. പിന്നെ ഇംപ്രൂവ്ഡ് ബ്ലഡ് സർക്കുലേഷൻ, പപ്പായ നിന്നുണ്ടാക്കുന്ന എൻസൈം കൊണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. സ്കിൻ ഹൈഡ്രേഷന് നമുക്ക് വളരെ നല്ലതാണ്. ഇത് തുടങ്ങി ചില ബോഡിയുടെ ചില സിംറ്റംസ് മാറിക്കിട്ടാനായിട്ടും, പിന്നെ പ്രീ മെൻസ്ട്രൽ സിംറ്റംസ് മാറിക്കിട്ടാനായിട്ടും, പിന്നെ വായുടെ അകത്തുള്ള ഓറൽ ഹെൽത്തിന് ചൂയിങ് പപ്പായ സീഡായിട്ട് കഴിക്കണമെന്നാണ്. നമുക്ക് ആ ടേസ്റ്റ് ചിലപ്പോൾ ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, പക്ഷെ കഴിക്കുന്നവർ ധാരാളമുണ്ട്. അപ്പോൾ ജേണൽ ഓഫ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് റിസർച്ചിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അലിവിയേറ്റിംഗ് മെനപ്പോസൽ സിംറ്റംസ്, ഒരുപക്ഷെ ഇത് കുറയ്ക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് മരുന്ന് കഴിക്കുന്ന പോലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് എനിക്കും വലിയ വിശ്വാസമില്ല, എന്നാലും ഞാനിതിൽ കണ്ടുകൊണ്ട് പറയുവാണ്. അപ്പം അങ്ങനെ ഈ കുറേ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. നമുക്ക് ആൻറ്റി അസിഡിറ്റി പറയുന്നുണ്ട്, അസിഡിറ്റിക്ക് ഒരുപാട് ആശ്വാസം കിട്ടുന്നു പപ്പൈൻ എന്ന് പറയുന്ന എൻസൈം അതിനകത്തുള്ളതുകൊണ്ട്. പിന്നെ സ്ലീപ്പ് ക്വാളിറ്റി കൂട്ടുമെന്ന് ഉള്ള പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ സ്ട്രെങ്തൻഡ് ഇമ്മ്യൂണിറ്റി ഇൻ ചിൽഡ്രൻ, കുട്ടികളിൽ അത് കൂട്ടാനായിട്ട്. പിന്നെ എൻഹാൻസ്ഡ് ഹെയർ ടെക്സ്ചർ, ഒരു സിൽക്കി ഫീലിംഗ് ഹെയറിനുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ആൻറ്റി സ്ട്രോക്ക് പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് മെൻസ് ഹെൽത്തിന് വളരെ സപ്പോർട്ട്, പ്രോസ്ട്രേറ്റിന് വേണ്ടിയിട്ട്, പ്രോസ്ട്രേറ്റ് റിലേറ്റഡ് ഇഷ്യൂസ് പുരുഷനിൽ ഒരുപാട് കുറയ്ക്കാനായിട്ട്. പിന്നെ ഓൺകോളജി മാഗസിനിൽ വന്നിട്ടുള്ള, ജേണലിൽ വന്നിട്ടുള്ള 2016 ഇതിനെക്കുറിച്ചുള്ള പഠനം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇംപ്രൂവ്ഡ് ഹെയർ
തിക്നെസ് കൂട്ടാനായിട്ട്, വൈറ്റമിൻ എ കണ്ടൻറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് ഹെൽത്തിയർ ഹെയർ വരുമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇൻ്റർനാഷണൽ ജേണൽ ഓഫ് കോസ്മെറ്റിക് സയൻസ് 2007 പറഞ്ഞേക്കുന്നത്. ആൻറ്റി ഓക്സിഡൻറ്റ് ആൻഡ് സ്കിൻ പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ എൻഹാൻസ്ഡ് കൊളാജൻ പ്രൊഡക്ഷൻ, സ്കിന്നിൻ്റെ ഇതാണ്. അപ്പോൾ വൈറ്റമിൻ സി പപ്പയിലുള്ളതുകൊണ്ട് എസെൻഷ്യൽ ഫോർ കൊളാജൻ സിന്തസിസ്, കുറച്ചുകൂടെ സ്കിൻ യൂത്ത്ഫുൾ ആയിരിക്കും എന്നുള്ളത്. അപ്പം സൺബേൺ റിലീഫ് കിട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഇത്രയൊരു കാര്യം ഇത് കാണാനിടയായത്, ഈ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ള ഫുഡിനെക്കുറിച്ച് ഞാനൊരു റിസർച്ച് ചെയ്തിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇപ്പോൾ പപ്പായ്ക്ക് ഇത്രയും നേട്ടം ഉണ്ടെങ്കിൽ പിന്നെ ഇത് തന്നെ കിട്ടണമെന്നുള്ളൊരു തോന്നൽ വന്നത്. ഹെൽത്തി നെയിലിന് നല്ലതാണ് അത്രയും. പിന്നെ അപ്പോൾ ഒരു ഡെർമറ്റോളജി ഇതിനകത്താണ് പറഞ്ഞിരിക്കുന്നത്. അലിവേറ്റിംഗ് എക്സീമ പറയുന്നുണ്ട്. അതുപോലെ ഇംപ്രൂവ്ഡ് ലങ് ഫങ്ഷൻ പറയുന്നുണ്ട്, ശ്വാസം എടുക്കാനും ഇതൊക്കെ ആയിട്ട്, ലങ് ഹെൽത്തിന് വേണ്ടിയിട്ട്, ലങ് ഫങ്ഷന് വേണ്ടിയിട്ട്, ബോൺ സ്ട്രക്ചർ ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് പ്രവർത്തിക്കും എന്ന് പറയുന്നുണ്ട്. സ്പേം ഹെൽത്തിന്, എൻഹാൻസ്ഡ് സ്പേം ഹെൽത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ ജേണൽ ഓഫ് മെഡിക്കൽ ഫുഡ് എന്ന് പറയുന്ന 2018 ഒരു സ്റ്റഡീനകത്താണ് കാണിച്ചത്. ആൻഡ് ബെറ്റർ ഓക്സിജൻ ട്രാൻസ്പോർട്ട് പറയുന്നുണ്ട്. അപ്പോൾ റെഡ് ബ്ലഡ് സെൽസിനെ കൂട്ടാനായിട്ട്, ഓക്സിജൻ ട്രാൻസ്പോർട്ട് കൂട്ടാനായിട്ട് 2015 ജേണലിനകത്താണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നാച്ചുറൽ സ്കിൻ ഗ്ലോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെല്ലാം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എൻഹാൻസ്ഡ് ഫെർട്ടിലിറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത് വൈറ്റമിൻ സിയും ഫോളേറ്റിൻ്റെ ഒക്കെ ഇമ്പാക്റ്റ് കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അലിവിയേഷൻ ഓഫ് അലർജീസ് പറയുന്നുണ്ട്, അതെന്തായാലും നന്നായിരിക്കും. ഇനി അതുപോലെ തന്നെ മെൻ്റൽ ക്ലാരിറ്റി, മൂഡ് കുറച്ചുകൂടെ നന്നാകും എന്നുള്ളതാണ്. കോഗ്നേറ്റീവ് ഫങ്ഷൻ കൂട്ടും, ബെറ്റർ കോൺസെൻട്രേഷൻ. അതുപോലെ ആൻറ്റി ഗ്യാസ്ട്രൈറ്റീസ് പറയുന്നുണ്ട്, അപ്പം നന്നായിരിക്കും. ഗ്യാസ്ട്രൈറ്റീസ് ഉള്ള ആൾക്കാർക്ക് റെഗുലറായിട്ട് കഴിയുക. ഗൗട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും പറയുന്നുണ്ട്. സ്കിൻ കുറച്ചുകൂടെ ഫേം ആകാനായിട്ട്, പക്ഷെ അത് മാസ്കായിട്ട് ഉപയോഗിക്കാനാണ് പറയുന്നത്, അപ്പോൾ കഴിക്കുന്നതിനെ കുറിച്ചല്ല. ഇൻസെക്റ്റ് ബൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പപ്പായ ഉപയോഗിക്കാമെന്ന് ഉള്ള പഠനം. അപ്പോൾ അത് പിന്നെ റെഫറൻസ് പറഞ്ഞിരിക്കുന്ന ജേണൽ ഓഫ് ഇൻസെക്ട് സയൻസ് 2012 പറഞ്ഞേക്കുന്നത്. ബോൺ സ്ട്രെങ്ത് ഇൻ എൽഡർലി, നല്ല പ്രായമായവരിൽ ബോണിന് സ്ട്രെങ്ത് കിട്ടാനായിട്ട്. ആൻറ്റി ഹാങ് ഓവർ സിംറ്റംസ് ഒഴിവാക്കുക, ആൽക്കഹോളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റെസ്പിറേറ്ററി ഹെൽത്തിന് കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നുണ്ട്. പിന്നെ അലിവിയേഷൻ ഓഫ് മൈഗ്രെയിൻ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു 2009 ആ പഠനം, ഹെഡേക്കുമായിട്ട് ബന്ധപ്പെട്ട. മെൻ്റൽ ഹെൽത്ത് ആൻഡ് പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ടത് 2017 ഒരു പഠനം പറയുന്നുണ്ട്. പിന്നെ സ്കിൻ ഹീലിംഗ് ഇൻ ഡയബറ്റിക്സ്, അതിനെക്കുറിച്ചൊരു പഠനം പറയുന്നുണ്ട്. പിന്നെ ആൻറ്റി ഹെയർ ലോസ്, മുടി ഒത്തിരി പൊഴിഞ്ഞു പോകുന്നതിന് പപ്പായ വലിയ ഉപകാരം ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ വേറെ കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട്. മോർണിംഗ് സിക്നെസ്സിന് നല്ലതായിരിക്കും. പിന്നെ ആൻറ്റി എഡിമ പ്രയോജനമാണ്. മോഷൻ സിക്നെസ്സിന് നല്ലതാണ്. പിന്നെ പോസ്റ്റ് മെനപ്പോസൽ വിമണിന് വളരെ നല്ലതാണ്. അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഇതിനകത്ത് ഒത്തിരിയുണ്ട്. പിന്നെ ഹെയർ കളർ റിട്ടേൺ ചെയ്യാനായിട്ട്, പെട്ടെന്ന് നരയ്ക്കാതിരിക്കാനായിട്ട് ഉപകാരം ചെയ്യുമെന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ഇടയ്ക്കുമ്പോട്ട് നരച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അതുപോലെ തന്നെ സ്റ്റോണ്, റിസ്ക് ഓഫ് ഗാൾ സ്റ്റോണിന് വേണ്ടിയിട്ട് നല്ലതാണെന്ന് പറയുന്നു. പിന്നെ ആസ്മയ്ക്ക് നല്ലതെന്ന് പറയുന്നു. പഠനങ്ങളാണ്. അമേരിക്കൻ കോളേജ് ഓഫ് ന്യൂട്രീഷൻ 2016 റിലീഫ് ഫ്രം സ്കിൻ ഇച്ചിങ് പറയുന്നുണ്ട്. പിന്നെ റിഡക്ഷൻ ഇൻ റിസ്ക് ഓഫ് കിഡ്നി സ്റ്റോൺസ്, അലിവിയേഷൻ ഓഫ് ഹിക്കപ്സ്, ഇനി ബോൺ ഹെൽത്ത് ഇൻ അത്ലീറ്റ്സ് പറയുന്നുണ്ട്. ഇത് ഗ്ലോബലി ഉള്ള ഒരു പഠനത്തിൻ്റെ റിസൾട്ട് വെച്ചിട്ടാണ്. ഇപ്പോൾ ജേണൽ ഓഫ് സ്പോർട്സ് സയൻസ് ആൻഡ് കോച്ചിങ് 2006 ഒരു പഠനത്തിനകത്ത് അത് പറഞ്ഞേക്കുന്നത്. ഇനി ഇംപ്രൂവ്ഡ് മെറ്റബോളിസം, അപ്പോൾ അത് പ്രത്യേകിച്ച് വൈറ്റമിൻ ബിയുടെ ഇമ്പാക്റ്റ് കൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. അലിവിയേഷൻ ഓഫ് മ്യൂക്കസ് കൺജഷൻ, അപ്പോൾ അതെന്തായാലും നമുക്ക് പിന്നെ
ആസ്മയുള്ളവർക്ക് വളരെ സഹായകരമാകും. പിന്നെ ബ്ലാഡർ ഇൻഫെക്ഷൻ റെഡ്യൂസ് ചെയ്ത് കിട്ടുമെന്നുള്ളതിന് പറയുന്നുണ്ട്. സ്കിൻ ടോണിങ്ങിന് വളരെ നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പം എന്തായാലും നമുക്ക് സ്ഥിരമായിട്ട് പപ്പായ മോഡറേറ്റായിട്ട് എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് തന്നെ നമ്മൾ കഴിക്കുന്നത് പപ്പായ മാത്രമായിട്ട് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് ഇതിന് എനിക്ക് കിട്ടിയ കൺക്ലൂഷൻ. പിന്നെ നിങ്ങളാണിത് കഴിച്ച് നോക്കിയിട്ട് എന്തായാലും ഇതിൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് വെച്ച് നോക്കുമ്പം പപ്പായക്കുള്ള കോസ്റ്റ് ഒന്നുമല്ല, അത്രയും മഹത്തായ മാറ്റങ്ങൾ ചെയ്യുന്ന വരാനുണ്ട്. അപ്പം വീടിൻ്റെ 4 ചുറ്റും പപ്പായ വെക്കുക, പരിരക്ഷിക്കുക, അതിൽ നിന്ന് പറ്റുമ്പോഴൊക്കെ പറിച്ച് കഴിക്കുക. ഇനി പുറത്തുനിന്ന് വരുമ്പോഴും ഈ പപ്പായക്കകത്ത് വിഷമൊന്നും അത്ര പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും കഴുകി ശരിയാക്കിയിട്ട് പപ്പായ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന ഒരു ശീലം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എല്ലാ ദിവസവും പപ്പായ കഴിക്കുന്ന, മോഡറേറ്റായിട്ട് കഴിക്കുന്ന ശീലം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക. എനിക്ക് കിട്ടിയ അറിവാണ് ഞാനിവിടെ പകർന്നു തന്നത്. ഓൾ ദി ബെസ്റ്റ്.